ഹരേ കൃഷ്ണ, ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നേക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം വന്നിട്ട് മതങ്ങൾക്ക് അപ്പുറം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വരൂ നോക്കാം. ഇപ്പൊ എവിടെ നോക്കിയാലും യുദ്ധം യുദ്ധം യുദ്ധം, കുറേ രാജ്യങ്ങൾ യുദ്ധം. എക്സാമ്പിൾ പാലസ്തീൻ, ഇസ്രായേൽ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ എവിടെ നോക്കിയാലും യുദ്ധം യുദ്ധം യുദ്ധം. പക്ഷേ അതിൽ കൂടുതലും മതപരമായിട്ടാണ് യുദ്ധങ്ങൾ സംഭവിക്കുന്നത്. അതിലാണെങ്കിൽ മരിച്ചു വീഴുന്നത് ഒന്നില്ലെങ്കിൽ പാവപ്പെട്ട കുടുംബങ്ങൾ, ഒന്നും അറിയാത്ത കുട്ടികൾ, ഇവരൊക്കെയാണ് കൂടുതൽ മരിച്ചു വീഴുന്നത്. എനിവേ, നമ്മൾക്ക് കാര്യങ്ങളിൽ കിടക്കാം. മരണം എല്ലാവർക്കും ഭയങ്കര പേടി തന്നെയാണ്. അത് ആരും സന്തോഷമായ രീതിയിൽ അവർ ഏറ്റെടുക്കില്ല. പക്ഷെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മരണം ഉറപ്പാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പ്രാർത്ഥന എന്തായിരിക്കും? നമ്മൾ മരിക്കല്ലേ, പെട്ടെന്ന് മരിക്കല്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന. പക്ഷേ നോക്കൂ, നമ്മൾ വർഷങ്ങൾ കടക്കും തോറും നമുക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ വളർന്ന് വലുതാകുന്നു, നമ്മൾ ഉയരത്തിലെത്തുന്നു, കുറേ ജോലിയിൽ പ്രവേശിക്കുന്നു, എന്തെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. പക്ഷെ നമുക്ക് മരണം മാത്രം വേണ്ട. പക്ഷേ നമ്മുടെ പ്രകൃതി നിയമം വന്ന് ജനിച്ചാൽ തീർച്ചയായിട്ടും മരണം ഉണ്ട്. അപ്പോൾ ജനിച്ചും പറഞ്ഞ് നമുക്കൊരു ഇത് വെറും ശരീരം മാത്രം തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സാമ്പിൾ, ഒരു കാറ് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ ഉണ്ടാകണം. അതേപോലത്തെയാണ് നമ്മളുടെ ശരീരം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ഊർജം ഉണ്ടാകണം. ആ ഊർജത്തിനെയാണ് ആത്മാവ്, സോൾ എന്ന് പറയപ്പെടുന്നത്. ഈ ആത്മാവ് നിലകൊള്ളും തോറും മാത്രമേ ശരീരം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അവബോധം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ കുറേ ഡോക്ടർമാർ കുറേ മെഷീനറീസ് ഒക്കെ വെച്ച് ഓക്സിജനൊക്കെ കൊടുത്ത് അവർ ഈ ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. പക്ഷെ അത് ഈ മറ്റേ മെഷീൻ കാരണം കൊണ്ട് മാത്രമായിരിക്കും അത് പ്രവർത്തിക്കുക. ഈ മെഷീൻ ഒന്ന് ഓഫായി കഴിഞ്ഞാൽ ഈ ശരീരം നിന്ന് പോകും. അപ്പോൾ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളിലുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് അവബോധം ഉണ്ടാകുക, നമുക്ക് നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ, എനർജി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നല്ല ഒരു നടി, നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീദേവി ഒരു ഗുഡ് ആക്ടറാണ്. അവരുടെ ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ അവർ ജീവൻ ഉള്ളപ്പോൾ ഉള്ള ഒരു ഫോട്ടോ, അതിനുശേഷം മരിച്ചതിന് ശേഷം ഉള്ള ഒരു ഫോട്ടോ. അപ്പോൾ നോക്കൂ, ജീവൻ ഉള്ളപ്പോൾ അവരെന്ത് ബ്യൂട്ടിഫുള്ളാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ. പക്ഷെ മരിച്ചതിന് ശേഷം നോക്കൂ, അത് ഒരു വസ്തുവായി മാറി. അപ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം മാത്രമേ നമ്മുടെ ഈ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് മെയിൻ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നമ്മളൊരു ആത്മാവാണ്. എന്തായാലും ഒരു മരണം ഉണ്ടാകും. ഈ ഒരു ജീവിതം താൽക്കാലികമാണ്. അതിൽ താൽക്കാലികമാണ്. ഈ മരണം എപ്പോൾ വേണമെങ്കിലും വരാം. ചിലപ്പോൾ വിചാരിക്കും, ഒന്നും അറിയാത്ത കുട്ടികളൊക്കെ മരിച്ചു പോകണു ഈ യുദ്ധത്തിലും. അതേപോലെ തന്നെ പെട്ടെന്ന് ഡിസീസസ്, രോഗങ്ങൾ വന്ന് മരിച്ചു പോകണു, പെട്ടെന്ന് ആക്സിഡൻറ്റ് വന്ന് മരിച്ചു പോകണു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എനിക്കിപ്പോൾ ജീവനുണ്ട്, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആത്മാവുണ്ട്, അതുകാരണം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അതേപോലെ ഈ ഭൂമിയിൽ എത്ര ആത്മാക്കളാണുള്ളത്, ഈ ആത്മാക്കൾ എത്ര ശരീരങ്ങളിലാണുള്ളത്. പാമ്പ്, പല്ലി, പൂച്ച, ആന, മാട്, പശു, കോഴി, അങ്ങനെ കുറേ ജീവജാലങ്ങളിൽ ഈ ആത്മാ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിൽ എല്ലാത്തിലും ആത്മാ ഉള്ള കാരണം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരീരം മാത്രം വ്യത്യാസമുള്ളൂ. അവർക്ക് ഈ ശരീരത്തിൽ ആത്മാവുണ്ട്, ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾക്ക് മനുഷ്യ ശരീരത്തിൽ ആത്മാ ഉണ്ട്, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആത്മാവ് അത് എവിടുന്ന് നമുക്ക് അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുകയാണ്. എന്താ വെച്ചാൽ, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹേന്ദ്ര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. കാരണം
ഇത് നമ്മുടെ വെറും ശരീരമാണ്. ശരീരങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കൗമാരം, യൗവനം, ജരം. കൗമാരത്തിൽ നിന്ന് യൗവനത്തിന് ശേഷം നമ്മൾ വയസ്സാകുന്നു, പിന്നെ മരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരീരം മാത്രമാണ് വിട്ടുപോകുന്നത്. നമ്മുടെ ആത്മാവ് വേറൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉപദേശിക്കുകയാണ് അർജുനനോട്. അപ്പോൾ 5000 വർഷങ്ങൾ എന്ന് വെച്ചാൽ അപ്പോൾ ഈ മതങ്ങളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, സനാതന ധർമ്മം. അതിൻ്റെ പേരാണ് സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് വെച്ചാൽ സനാതനം, ആസ് ഇറ്റ് ഈസ്, ട്രൂത്ത്, അബ്സല്യൂട്ട് നോളേജ്. ഇപ്പോൾ ഞാനൊരു മെഷീൻ മേടിച്ചു, അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്രേ അത് പ്രവർത്തിക്കുള്ളൂ. എനിക്ക് അതല്ലാതെ ഇത് ഇങ്ങനെ പ്രവർത്തിക്കണം, ഇനി കൂടുതൽ പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ അതിൻ്റെ ഈ മെഷീൻ്റെ എന്താണ് പർപ്പോസ്, മെഷീൻ്റെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതിനെങ്ങനെ പ്രവർത്തിക്കുക, അതാണ് സനാതനം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ജനിക്കും, തീർച്ചയായും എനിക്ക് മരണം സംഭവിക്കും. ഇതെല്ലാം താൽക്കാലികമാണ്. അത് സനാതനം. പിന്നെ ധർമ്മം മീൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, നമ്മളെങ്ങനെ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങൾ. അപ്പോൾ സനാതനം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. കാരണം ശരീരം എന്നിരുന്നാലും താൽക്കാലികമാണ്. അത് ഐ അണ്ടർസ്റ്റാൻഡ് നോളേജിനെയാണ് സനാതനം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷങ്ങളാണ് മതങ്ങളൊക്കെ വന്നത്. മതം മീൻസ് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് മതമായി മാറപ്പെട്ടു. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആരും നമ്മൾ ഇങ്ങനെ പറയില്ല, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ ഇന്ത്യനാണ്, അമേരിക്കനാണ് എന്ന് ആരും പറയില്ല. കാരണം ഞാൻ ശരീരമാണ്, ഇതെൻ്റെ ശരീരമാണ്. എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആത്മാവാണ്. അതാണ് അബ്സല്യൂട്ട് നോളേജ്, അബ്സല്യൂട്ട് ട്രൂത്ത്. ജന്മ, മൃത്യു, ജരാ, വ്യാധി. എന്തായാലും ഞാൻ ജനിക്കും, മരിക്കും, വയസ്സാകും, എനിക്ക് എന്തായാലും അസുഖങ്ങൾ വരും, ഒരു ദിവസം ഞാൻ മരിക്കും. ഇതാണ് സനാതനം, ഇതാണ് പ്രകൃതി നിയമം. അപ്പോൾ എന്തായാലും മരിക്കും. അപ്പോൾ നമ്മൾ അത് തിരിച്ചറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, അതാണ് സനാതനം. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ അവിടെ നിന്ന് മതത്തിനൊരു ഇതേ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യ ശരീരങ്ങളാണ്, ശരിക്കും എന്താ പറഞ്ഞാൽ ആത്മാക്കളാണ്. അതേപോലെ കുറേ ജീവജാലങ്ങളുണ്ട്, പല്ലി, പശുവാമ, എല്ലാം ഇപ്പോൾ ശരീരമായി പ്രവർത്തിക്കുന്ന എല്ലാത്തിനും ആത്മാവുണ്ട്. ആത്മാവ് പോയി കഴിഞ്ഞാൽ അത് വെറും ശവകുടീരം തന്നെയാണ്, അതൊരു ഡെഡ് ബോഡിയാണ്. ഇതേപോലെ നായി, പൂച്ച മരിച്ചു കഴിഞ്ഞാലും അതൊരു മാംസം മാത്രമാണ്. അതേപോലെ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാനൊരു മാംസം മാത്രമാണ്. ഇതാണ് യഥാർത്ഥ നോളേജ്, അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ കാലത്ത് ഇതിനെക്കുറിച്ച് ഉള്ള വിദ്യാഭ്യാസങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥ നോളേജ്. അപ്പോൾ ഇതാണ് മതങ്ങൾക്ക് അപ്പുറം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഈ ജീവിതം താൽക്കാലികമാണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് മതങ്ങൾക്ക് അപ്പുറം. അപ്പോൾ ഇനി രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായി നമ്മൾ കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരാൾക്ക് ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കും തോറും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ധർമ്മം മീൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. എങ്ങനെയാണ് ഈ മനുഷ്യ ശരീരം നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ചിട്ടകളുണ്ട്. ഇപ്പോൾ ഒരു ട്രാഫിക് റൂൾസ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ട്രാഫിക് റൂൾസ് വെച്ചിരിക്കുന്നത്? ആക്സിഡൻറ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ട്രാഫിക് റൂൾസ്. അപ്പോൾ ഈ ട്രാഫിക് റൂൾസ് നമ്മൾ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ അവിടെ അപകടം ഇല്ലാതിരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ധർമ്മം, മനുഷ്യ ശരീരങ്ങൾക്ക് ധർമ്മങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ അവിടെ അപകടങ്ങൾ ഉണ്ടാകാണ്ടിരിക്കുകയുള്ളൂ, അവിടെ കലഹങ്ങൾ ഇല്ലാണ്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇടാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ ഒന്ന് ചെയ്യൂ. അങ്ങനെ അടുത്ത വീഡിയോ എൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് വയ്ക്കൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ. സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ ബൈ.